ഒടുവിൽ തിരുവഞ്ചൂർ രാധാകൃഷ്ണനും ആവർത്തിച്ച് പറയാണ് UDFന്റെ നയമല്ല മുഖ്യമന്ത്രി മുന്നോട്ട് വെക്കുന്നത്. മുഖ്യമന്ത്രി ഒറ്റപ്പെട്ട് മുന്നോട്ട് പോകേണ്ടി വരും എന്ന സകല സൂചനകളും ഈ വിഷയത്തിൽ പുറത്തു വരികയാണ്. രാഷ്ട്രീയ കേരളത്തിൽ UDFന്റെ നയങ്ങൾ ഉൾക്കൊണ്ട് മുന്നോട്ട് പോകണമെന്ന് പറയുന്ന സ്പീക്കർ പോലും പല ആവർത്തി വിഷയത്തെക്കുറിച്ച് പ്രതികരിക്കുമ്പോഴും മുഖ്യമന്ത്രി VD സതീശൻ ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകുന്ന കാര്യങ്ങൾ എടുത്തു പരിശോധിക്കുമ്പോൾ 100% ഉറപ്പിച്ചു പറയാൻ സാധിക്കും. A to Z വെൽ പ്ലാൻഡ് എക്സിക്യൂഷൻ. മുഖ്യമന്ത്രിയായതിന്റെ തൊട്ടടുത്ത ദിവസം തന്നെ ഇരുട്ടി വെളുക്കുമ്പോഴേക്കും ഒരു ഫയൽ കൃത്യമായി സുഗമമായി നീങ്ങുക, അത് പ്രാബല്യത്തിലേക്ക് വരിക. അതികായനായ ഉമ്മൻചാണ്ടിയോട് പോലും ഏറ്റുമുട്ടി നിലപാടുകൾക്ക് വേണ്ടി നിന്ന VM സുധീരൻ അടക്കം, KC വേണുഗോപാൽ അടക്കം, സാക്ഷാൽ സ്പീക്കർ അടക്കം എത്ര പേർ വന്ന് UDFന്റെ നയമല്ല ഇത് എന്ന് പറയുമ്പോഴും മുന്നോട്ടേക്ക് പോകുന്ന ജൂലൈ 1 വീണ്ടും നിയമസഭാ സമ്മേളനം കൂടുമ്പോൾ പ്രാബല്യത്തിലാക്കാൻ പോവുകയാണ് വീര്യം കുറഞ്ഞ മദ്യത്തെ, ബെക്കാഡി ബ്രീസറിനെ ഈ നാട്ടിലേക്ക് VD സതീശൻ എന്നുള്ളതാണ്. നോക്കൂ, നിങ്ങൾ ലീഗിനെ കൃത്യമായി ചേർത്തു നിർത്തി വാ തുറക്കാൻ അനുവദിക്കാതെ വിധേയ സൗഹൃദത്തിന്റെ എക്സ്ട്രീം ലെവലിലേക്ക് കയറിപ്പോയ PK കുഞ്ഞാലിക്കുട്ടിയും VD സതീശനും തമ്മിൽ വലിയ ബാന്ധവത്തോടെ കാര്യങ്ങളെ മുന്നോട്ട് കൊണ്ടുപോകുന്നു എന്നുള്ളതാണ്. മലപ്പുറത്തിന്റെ പച്ചമണ്ണിൽ വലിയ ഭൂരിപക്ഷത്തിൽ വിജയിച്ച PK കുഞ്ഞാലിക്കുട്ടി പോലും നിലപാട് മയപ്പെടുത്തി നിലപാട് പറയാതെ മുമ്പോട്ട് പോകുന്നു എന്നുള്ളത് എത്രമേൽ വലിയ അപകടകരമായ കാര്യം. ഞങ്ങളുടെ നിലപാട് പറയേണ്ടയാൾ PK കുഞ്ഞാലിക്കുട്ടിയാണ്, അത് പറഞ്ഞിട്ടില്ലല്ലോ എന്ന് KM ഷാജി പോലും പറയേണ്ട അവസ്ഥ. ഒരു കാരണവശാലും ഇങ്ങനെ നമ്മൾ അനുവദിച്ചു മുമ്പോട്ട് പോയിക്കൂടാ എന്ന നിലപാട് മലപ്പുറത്ത് വരുമ്പോഴും ലീഗ് പോലും നിശബ്ദമാകുന്ന അവസ്ഥ പറയാതെ വയ്യ. VD സതീശൻ മുന്നോട്ട് തന്നെ പോകുന്നു എന്നുള്ളതാണ്. അതികായനായ ഒറ്റയാനായ മുന്നോട്ട് പോക്ക്. ഒരു കാര്യം ഉറപ്പിച്ച് നിങ്ങൾ വെച്ചോളൂ, 1 വർഷം കഴിയുമ്പോഴേക്കും ഈ UDFന്റെ നിലനിൽപ്പിന് തന്നെ ഭീഷണിയാകുന്ന രീതിയിലേക്ക് VD സതീശൻ മാറുമെന്നുള്ളതിന് സംശയമില്ല. കഴിഞ്ഞ ദിവസം ഒരു സീനിയർ മാധ്യമ പ്രവർത്തകൻ മുഖ്യധാരാ മാധ്യമത്തിൽ അവതരിപ്പിക്കുന്ന ഒരു പ്രത്യേക രാഷ്ട്രീയ വിശകലന പരിപാടിയിൽ പറഞ്ഞതുപോലെ വലിയ രീതിയിൽ ഇതുപോലെ ചരിത്രത്തിൽ നിലപാടുകൾ മാറ്റിപ്പറഞ്ഞ, ചുരുങ്ങിയ കാലം കൊണ്ട്, ദിവസങ്ങൾ കൊണ്ട് ഇത്രയും വലിയ വിമർശനത്തിന് ഇരയായ ഒരു മുഖ്യമന്ത്രി ഇല്ല എന്ന് തെളിവുകൾ സഹിതം ഈ രാഷ്ട്രീയ കേരളത്തിൽ ചർച്ചയ്ക്ക് വെച്ചതും നമ്മൾ കടന്നു കഴിഞ്ഞു പോയതാണ് എന്നുള്ളതും നമ്മൾ മറക്കാതിരിക്കുക. VD സതീശൻ ഒരു റിബലാകുന്നു UDFന് മേൽ. ലീഗിനെ പോലും അവരുടെ നിലനിൽപ്പായ, അവരുടെ അസ്തിത്വമായ നിലപാടുകളെ, അവരുടെ ബേസിനെ പോലും VD സതീശന് മുമ്പിൽ കോംപ്രമൈസ് ചെയ്യുന്ന അപകടകരമായ അവസ്ഥയിലേക്ക്, വളർച്ചയിലേക്ക് VD സതീശൻ എത്തിപ്പെട്ടതാണ് നാം കണ്ടുകൊണ്ടിരിക്കുന്നത്.